ADM നവീൻ ബാബു മരിച്ചിട്ട് ഇന്ന് 30 ദിവസമായി. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് കണ്ണൂരിൽ നിന്ന് നൽകിയത്. യാത്രയയപ്പ് സൽക്കാരത്തിലും അദ്ദേഹം പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം വയറ്റിൽ ഒരു ആഹാര പദാർത്ഥവും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ലഭിച്ച ഉപഹാരങ്ങളൊന്നും വാങ്ങിക്കാതെയാണ് അവിടുന്ന് പോയിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത്, ഇതേപ്പറ്റി വളരെയധികം ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ചാനലുകളിലും യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം ചർച്ചകൾ വന്നു. ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത് അവിടുത്തെ ടൗൺ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹം ഇന്നലെ വന്ന് ADMന്റെ ഭാര്യ മഞ്ജുഷയുടെ, അതുപോലെ തന്നെ ADMന്റെ ബ്രദർ അഡ്വക്കേറ്റ് പ്രവീണിന്റെയും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുപോയി. ഇവിടെ നമുക്കിനി ക്ലാരിറ്റി ലഭിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ആ മുറി, ആ കോട്ടേഴ്സ് പൂട്ടി താക്കോല് ഡ്രൈവറെ ഏൽപ്പിച്ച മുറി ആര് തുറന്നു? അത് ബലം പ്രയോഗിച്ച് ആരോ തുറന്നിരിക്കുന്നു. കാരണം അത് വിവരം അറിഞ്ഞ് അവിടെ വന്നു എന്ന് പറയുന്ന ഡ്രൈവർ, അതിനടുത്തുള്ള കോട്ടേഴ്സിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതുപോലെ തന്നെ കളക്ടർ ഗൺമാന്, ഇവർ മൂന്നും കൂടെയാണ് ആദ്യം അവിടെ വരുന്നതെന്നാണ് ഇപ്പം പുറത്തു വരുന്ന കഥകൾ. പക്ഷെ അതിനു മുമ്പ് ആരും അവിടെ കയറിയിരിക്കുന്നു. പൂട്ടിയിട്ടിരുന്ന വാതില് തുറന്നു കിടക്കുന്നതായിട്ടാണ് ഡ്രൈവർ പറയുന്നത്. അത് പൂട്ടി അദ്ദേഹത്തിനെ യാത്ര അയക്കാൻ നേരത്ത് താക്കോൽ ഇയാളെ ഏൽപ്പിച്ചു. അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങൾ ധാരാളം അദ്ദേഹം ട്രെയിനിന്റെ ആ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലൊക്കെ നടക്കുന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ ഒത്തിരി വന്നു. അതിനൊന്നും സ്ഥിരതയില്ല, അതിനൊന്നും കൃത്യതയില്ല, റിലയബിലിറ്റി ഇല്ല. അങ്ങനെ ചില കഥകൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഇപ്പുറത്തെ അമ്പലത്തിന്റെ അവിടെ ഇറങ്ങിയെന്ന് മാത്രം അദ്ദേഹത്തിന്റെ ഡ്രൈവർ പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അജ്ഞാതമാണ്. അതാണ് പോലീസ് ഇനി വിവരിക്കേണ്ടത്. ഇതിനകത്ത് എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാര് എത്ര പേരുണ്ട് എന്നാണ് പോലീസ് ഫിക്സ് ചെയ്യേണ്ടത്. ദിവ്യയുടെ കാര്യത്തിൽ തീരുമാനമായി. അവരെ അറസ്റ്റ് ചെയ്തു, അവരെ റിമാൻഡ് ചെയ്തു, അവർ ജാമ്യത്തിൽ പോയി. 306 IPC പ്രകാരം അല്ലെങ്കിൽ 108 BNS പ്രകാരം അവർക്കെതിരായി കോടതി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ഇനി അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. 120B അനുസരിച്ച് കളക്ടറും പ്രശാന്തും ഗംഗാധരനും അതിൻ്റെ അകത്ത് പ്രതി ചേർത്ത് കഴിഞ്ഞാൽ സൂയിസൈഡ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം അവിടെ കൊണ്ട് തീരും. 120 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പോലീസിന് ഒരു സാറ്റിസ്ഫാക്ടറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്ന് പറയാം. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അതിനകത്ത് പൊരുത്തക്കേട് എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിലും വീട്ടുകാര്, അതെ, നവീൻ ബാബുവിന്റെ കുടുംബക്കാര് ഈ അന്വേഷണത്തിൽ തൃപ്തികരമല്ല. അവര് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് CBI അന്വേഷണം വേണമെന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ്. പക്ഷേ പോലീസ് ഇതൊരു സൂയിസൈഡ് ആണ് എന്ന് ഉറപ്പാക്കുന്നെങ്കിൽ ഗൂഢാലോചനയ്ക്ക് തീർച്ചയായിട്ടും പങ്കുള്ളവരെ പ്രതി ചേർക്കണം. അതൊരു വിജിലൻസ് എൻക്വയറിക്ക് ഈ മരണത്തിന് മുമ്പേ ഒരു പരാതി കൊടുത്തു എന്ന് സ്ഥാപിക്കാൻ പോയാൽ അത് മഴിച്ചു നിൽക്കും. അതിന് തീർച്ചയായിട്ടും ഒരു CBI എൻക്വയറി അതിന് വേണ്ടി വരും. എങ്കിൽ മാത്രമേ സത്യം വെളിയിലോട്ട് വരുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു നീക്കം അനുസരിച്ച് നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ, അതിന് അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് ഒരു പരാതി കൊടുത്തതായിട്ട് സ്ഥാപിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്കറിയില്ല. അത് വിജയിച്ചാൽ തീർച്ചയായിട്ടും ഒരു CBI പ്രോബ് വരണം. കാരണം വസ്തുതകൾ അങ്ങനെയല്ല കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ക്ലാരിറ്റി കിട്ടാത്ത കാര്യം, അദ്ദേഹം തന്നെ വന്ന് ആത്മഹത്യ ചെയ്തോ? അതിനു മുമ്പ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് അവർ സെൻഡപ്പ് കൊടുത്തു കഴിഞ്ഞ ശേഷം അദ്ദേഹം തൻ്റെ കോട്ടേഴ്സ് വന്ന് തൻ്റെ ബാഗുകളെല്ലാം എടുത്ത് 2-3 ബാഗുണ്ട്, അതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാര്യയെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്ര ഫോൺ കോൾ ഉണ്ടെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ ഇന്റൻഷൻ സെൻഡ് ഓഫിന് ശേഷം സ്വന്തം നാട്ടിലേക്ക്, ഇനി 7 മാസം കൂടെ ഉള്ളൂ സർവീസ്, അതുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പോകണം. അവിടെ കുടുംബം കാത്തിരിക്കുന്നു.
അതുപോലെ നാട്ടുകാർ കാത്തിരിക്കുന്നു, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കാത്തിരിക്കുന്നു, അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്ത റവന്യൂവിലെ വളരെയധികം ജനങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരെ അദ്ദേഹത്തിനെ ഒന്നിച്ച് ജോലി ചെയ്യാൻ ഇനിയും കാത്തിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തന മേഖലയിലുള്ള ഇതുവരെയുള്ള റിപ്പോർട്ടും അനുഭവവും ആൾക്കാർ വിവരിക്കുന്ന അങ്ങനെയാണ്. ഈ ഒരു കേസിനകത്ത് ഇനി ഫണ്ടുണ്ട്, ബി ഉണ്ടോ ഇല്ലയോ എന്ന് അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ വകുപ്പൂടെ ചേർത്ത് മറ്റവരും കൂടെ അറസ്റ്റ് ചെയ്ത് ചാർജ് കൊടുക്കണം. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രസ്പഷ്ടമായി മുന്നിട്ട് നിൽക്കുന്നത്. ഒന്ന്, ഇതൊരു സൂയിസൈഡാണോ, ഇതൊരു ഹോമിസൈഡാണോ. മറ്റൊരു കാര്യം, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെതിരായി വിജിലൻസിൽ കേസ് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് ലഭിച്ചു, എപ്പോൾ ലഭിച്ചു, അതിൻ്റെ ഡേറ്റ് എത്ര, അത് കിട്ടിയതെപ്പോൾ, ആരാണ് ആ വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിട്ടത്. കാരണം അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ അവിടുന്ന് ഒരു ഉത്തരവുണ്ടാകണം. ആ ഉത്തരവ് അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. അത് ഇത്ര പെട്ടെന്ന് അതിനൊരു അന്വേഷണം വരാനുള്ള കാരണം എന്ത്? സാധാരണ വിജിലൻസിലെ ഒരു ഗവൺമെന്റ് ഉത്തരവ് വന്ന് 2-3 ആഴ്ച, 1 മാസമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് അന്വേഷണം പതുക്കെ തുടങ്ങുന്നത്. ഇവിടെ അങ്ങനല്ല, അതേ ദിവസം തന്നെ അന്വേഷണം നടത്താനുള്ള ഉത്തരവ് ഒരു DYSP അന്വേഷിച്ചെന്നാണ് പറയുന്നത്. അവിടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അതിനൊക്കെ ക്ലാരിറ്റി വേണം. അങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും CBI അന്വേഷണം ഉണ്ടാവണം, വരണം എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്.